മുസ്ലിങ്ങളുടെ ജനസംഖ്യ 1950-നും 2015-നും ഇടയിലുള്ള കാലയളവിൽ ഇന്ത്യ മഹാരാജ്യത്ത് വൻതോതിൽ വർദ്ധിച്ചു എന്നൊരു പുതിയ കണ്ടുപിടുത്തവുമായി വന്നിട്ടുണ്ട്. ആരെന്ന് വെച്ചിട്ടാണ്? പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. അതേസമയം ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. ആർക്കും ഒരു സംശയവുമില്ലല്ലോ. തെരഞ്ഞെടുപ്പ്, ഹിന്ദു മുസ്ലിം, സ്വത്ത് തട്ടിയെടുപ്പ്, നുഴഞ്ഞുകയറ്റം, പിന്നെ ഇപ്പം ജനസംഖ്യാ വിസ്ഫോടനവും. ന്യായമാണോ? തെറ്റിദ്ധാരണയും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടുകയും ഇലക്ഷനിൽ മുതലെടുപ്പ് നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തെറ്റായ വിവരങ്ങൾ പുറത്തുവിട്ടതിന് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഗൗരവമായ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസ്താവന പോലും ഇറക്കുകയുണ്ടായി. സച്ച് ഇന്റർപ്രിട്ടേഷൻ ആർ നോട്ട് ഓൺലി ഇനാക്യുറേറ്റ് ബട്ട് ഓൾസോ മിസ്ലീഡിംഗ് ആൻഡ് ബേസ്ലെസ് എന്നാണ് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പറയുന്നത് മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 43.15% വർധനവ് ഈ കാലയളവിൽ ഉണ്ടായി എന്നാണ്. 9.84% നിന്ന് 14.09% വർധനവ്. അതേസമയം ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ 84.68% ഉണ്ടായിരുന്നതിൽ നിന്ന് 78.06% കുറഞ്ഞെന്നും, അതായത് 7% കുറവ്. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011-ലാണ്. കോവിഡിൽ മുടങ്ങിയ സെൻസസ് സർക്കാർ കോവിഡ് കഴിഞ്ഞിട്ടും പിന്നെയും അനിശ്ചിതകാലം നീട്ടിവെച്ചു. 2011-ലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 96.63 കോടി ഹിന്ദുക്കളുണ്ട്, അതായത് മൊത്ത ജനസംഖ്യയുടെ 79.8%. അതേസമയം മുസ്ലിങ്ങൾ 17.22 കോടിയും മൊത്തം ജനസംഖ്യയുടെ 14.2%. അതാത് മതസമുദായങ്ങൾക്കുള്ളിൽ നടക്കുന്ന വർധനവിനെ മൊത്ത ജനസംഖ്യ എന്ന അർത്ഥത്തിലാണ് ഉപദേശക സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. 4.25% കൂടിയതിനെ 43.15% കൂടിയെന്നും ഹിന്ദുക്കളുടെ ഷെയർ 7.82 കുറഞ്ഞെന്നും. ഈ മെത്തഡോളജി തന്നെ ആസൂത്രിതവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണ്. സെൻസസ് ആധാരമാക്കി നോക്കിയാൽ തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1981, 1991 കാലയളവിൽ 32.9% വളർച്ചയിൽ നിന്ന് 2001-2011 കാലയളവാകുമ്പോഴേക്കും വളർച്ച 24.6% കുറയുന്നുണ്ട്. എന്നാൽ ഈ കുറവ് ഹിന്ദു ജനസംഖ്യയിൽ നേരിയ തോതിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതും ഓർത്തു വെക്കേണ്ടതാണ്. കണക്ക് എത്രയൊക്കെ നിരത്തിയാലും വസ്തുത വളച്ചൊടിക്കുന്ന BJP പ്രൊപഗാണ്ടകൾ അവസാനിക്കുകയേയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് ഇവിടുത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ജൈനന്റെയും പാഴ്സിയുടെയും ഒക്കെ ആയിരിക്കേണ്ട പ്രധാനമന്ത്രി ഇലക്ഷൻ റാലിയിൽ സ്വന്തം പൗരന്മാരായ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ, സ്വത്ത് തട്ടിയെടുക്കുന്നവർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിങ്ങളൊക്കെ എല്ലാം തട്ടിയെടുക്കാൻ പോകുന്നേ, അവരുടെ ജനസംഖ്യയിൽ വിസ്ഫോടനം നടക്കുന്നേ എന്നൊക്കെ നിലവിളിക്കാതെ അവർ ജയിക്കില്ല എന്നതാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നം.